മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ സിപിഎം നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. പോലീസ് വാഹനം തടഞ്ഞുവച്ചു. സ്റ്റേഷൻ പരിസരത്ത് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസും വിവിധ പാർട്ടി പ്രവർത്തകരുമായി സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിവീശി. പോളി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച എസ്എഫ്ഐ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിവീശി. സംഭവസ്ഥലത്തു നിന്നും ഏതാനും പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിനിടെ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടിയെ പോലീസ് മർദ്ദിച്ചതായും പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞ് തിരിച്ചറിയൽ കാർഡടക്കം കാണിച്ചിട്ടും പോലീസ് മർദ്ദിച്ചതായി ശരത് പറഞ്ഞു. വൈകിട്ട് പോളി തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ദേശാഭിമാനി റിപ്പോർട്ടറാണ് ഞാൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം എസ്എഫ്ഐക്കാർ അവിടെ പ്രകടനം നടത്തുകയും പ്രകടനത്തിനിടെ ചെറിയ തോതിൽ സംഘർഷം രൂപപ്പെടുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥികളെ പിടിച്ച് ഇടിവണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അത് ഫോട്ടോ എടുക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് തന്നെ കഴുത്തിനും കുഞ്ചിക്കും പിടിച്ച് പരസ്യമായി റോഡിലൂടെ വലിച്ചിഴച്ച് ഇടിവണ്ടിയിലേക്ക് കയറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തലയ്ക്കും മറ്റും അടിയേറ്റ ശരത്ത് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ശരത്ത് പറഞ്ഞു. മർദ്ദനമേറ്റ CP രജിൽ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വന്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ കാരായി, സിറാജ്, അക്ഷയ് എന്നിവരും ചികിത്സ തേടി. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് CPM DYFI നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. പോലീസ് വാഹനം തടഞ്ഞുവച്ചു. സ്റ്റേഷൻ പരിസരത്ത് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി. ഒടുവിൽ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. സംഘർഷത്തിന്റെ സമയത്ത് മട്ടന്നൂരിലെ ദേശാഭിമാനി ലേഖകൻ ശ്രീ ശരത്തിനെ പോലീസിന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് ACPയും CIയും ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ SFI പ്രവർത്തകരും പ്രവർത്തകരൊക്കെ ഇവിടുന്ന് മട്ടന്നൂർ ഇൻസ്പെക്ടർ M. അനിലുമായി നേതാക്കൾ ചർച്ച നടത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.